ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് പഠിച്ചിറങ്ങുന്ന ഒരു 50% ആൾക്കാർക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ അവർ നല്ലപോലെ സ്ട്രഗിൾ ചെയ്യാറുണ്ട്. അതിപ്പം ഒരു ടോപ്പായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ച ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അതല്ല ഇപ്പം ഓൺലൈൻ കോഴ്സ് പഠിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ഈ രണ്ട് ടൈപ്പ് ഓഫ് ആൾക്കാരും ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ആണ്. സോ ഇവിടെ എന്താണ് സംഭവിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വേറെയുള്ള, ഫോർ എക്സാമ്പിൾ അക്കൗണ്ടിങ് അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ്, അപ്പോൾ ഇങ്ങനെയുള്ള ഫീൽഡ് പോലല്ല. ഇവിടെ നമ്മളുടെ മൈൻഡ് സെറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മളിപ്പം കോഴ്സ് കഴിഞ്ഞു, നമ്മളിപ്പം കോഴ്സ് പഠിക്കുന്ന സമയം നമ്മൾ ഗൂഗിളായിട്ട് പഠിക്കുന്നു, മെറ്റഡ് കാൻഡിഡേറ്റ്സ് പഠിക്കുന്നു, SEO പഠിക്കുന്നു. അപ്പോൾ നമ്മൾ ആ പഠിച്ചത് വെച്ചുകൊണ്ട് നമ്മൾ നേരെ ജോബിന് കയറുന്ന ഒരു സമയത്ത് പല കാര്യങ്ങളും മാറിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് ഇവിടെ ഒരു ലേണിംഗ് മൈൻഡ് സെറ്റാണ്. അപ്പം നമ്മളിപ്പം ഒരു 4 മാസത്തെ കോഴ്സിന് പഠിച്ചു തീർന്നു എന്ന രീതിയിൽ നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളെന്താണ് പിന്നീട് നമ്മളുടെ ഒരു ഫ്യൂച്ചറിലോട്ട് നമ്മളെന്താണ് ഇവിടെ വരുന്ന പല അപ്ഡേറ്റ്സുകൾ, പുതിയ ന്യൂ ടെക്നോളജീസ്, നമ്മളിങ്ങനെ ഓരോ കാര്യം നമ്മളിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് മിക്ക ആൾക്കാർക്കും ഇവിടെ ഈ ഒരു ഫീൽഡിൽ നല്ല ഒരു കരിയർ ഇവിടെ ബിൽഡ് ചെയ്യാൻ പറ്റാത്തത്. അപ്പം നിങ്ങൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ പോകുന്ന ഒരാളാണല്ലെന്നുണ്ടെങ്കിൽ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, നമുക്ക് മെയിൻലി വേണ്ട മൈൻഡ് സെറ്റ് നമ്മൾ സെറ്റ് ചെയ്യുകയാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്.